എ പത്മകുമാർ എന്ന വ്യക്തിയുടെ വീടിന് സമീപം അദ്ദേഹത്തിൻ്റെ പുറത്താക്കൽ നടപടി, സസ്പെൻഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ വീടിനുള്ളിൽ കയറ്റിയില്ല. ഒപ്പം വെളിയിൽ നിന്ന്, റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ മോശം ഭാഷയിൽ അപമാനിച്ച് അദ്ദേഹം പുറത്തിറങ്ങിവെന്ന് മോശം ഭാഷയിൽ അപമാനിച്ചതായുള്ള പരാതികളാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും എ പത്മകുമാറിന് ഇപ്പോൾ ഒരു വിലക്ക് വന്നിരിക്കുന്നു. കാര്യങ്ങൾ തുറന്ന് എഴുതാനും തുറന്നു പറയാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു മാനസികമായ പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ട്. ആ ഒരു മാനസികമായ ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ എന്നറിയില്ല, മാധ്യമങ്ങൾക്ക് നേർക്ക് കുതിര കയറുകയാണ്. മാധ്യമങ്ങൾക്ക് നേർക്ക് കുതിര കയറിയിട്ട് എന്ത് പ്രയോജനം? താങ്കൾ ഇതിലൊക്കെ തന്നെ ഉൾപ്പെട്ടിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നേരിട്ടും അല്ലാതെ എ പത്മകുമാർ എന്ന പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന പഴയ മന്ത്രി ഇതിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. CPM നേതാക്കൾ പറയുന്നതിനനുസരിച്ച് പലരെയും നിയമിക്കേണ്ടി വരുന്നു, പലരെയും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നു, പല കള്ളത്തരങ്ങളും കാണിക്കേണ്ടി വരുന്നു. അതൊക്കെ താങ്കൾ ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ താങ്കൾക്ക് തുറന്നു പറയാനുള്ള അവസരമുണ്ടായിരുന്നു. അത് പാർട്ടി ഇടപെട്ട് ഇപ്പോൾ ഒരു വിലങ്ങുതടി ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തടസ്സമായി നിൽക്കുകയാണ്. ഇതിപ്പോൾ സസ്പെൻഷൻ മാത്രമാണ്. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു നേതാവ് പാർട്ടിക്ക് വിധേയൻ തന്നെയാണ്. അതൊരു ചെറിയ നടപടിയാണ്, പുറത്താക്കൽ നടപടിയുടെ തൊട്ടു താഴെയുള്ള നടപടിയാണ്. പുറത്താക്കലാണെങ്കിൽ താങ്കൾക്ക് ആത്മകഥ എഴുതാമായിരുന്നു, എന്തും വിളിച്ചു പറയാമായിരുന്നു. ആ ഒരു മാനസിക വിന്യാസം മാധ്യമങ്ങൾക്ക് നേർക്ക് കയർക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. മാധ്യമങ്ങളെ അടക്കം മോശമായ ഭാഷയിൽ സംസാരിച്ച് അവരെ അവിടുന്ന് ഓടിക്കുന്നു, ആറന്മുള പോലീസിനെ വിളിച്ചു വരുത്തുന്നു. അതുപോലെ ഇയാൾ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് പറയുന്നു. അത് ശരിയായിരിക്കും. എന്തൊക്കെയായാലും എ പത്മകുമാർ എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് സമ്പൂർണ്ണമായി അവസാനിച്ചു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നടപടികളുമായി കേരളത്തിലെ പുതിയ സർക്കാർ, ആഭ്യന്തര വകുപ്പ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിശക്തമായ നടപടികൾ ഉണ്ടാകും. കൃത്യമായ അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കും എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പലകുറി വ്യക്തമാക്കി കഴിഞ്ഞു. താങ്കൾ ആരുടെയും പേര് പറയാതിരിക്കുന്നതിനായിട്ട് ആണ് താങ്കളെ ഇത്തരത്തിൽ സസ്പെൻഷൻ നൽകി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. അന്ന് കോടതി വിധി വന്നാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു ഉത്തരം പോലും നൽകുന്നില്ല. പാർട്ടിക്ക് വേണ്ടി ആണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയിലൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ടത്. പാർട്ടി സഖാക്കൾ എല്ലാവരും ചേർന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കോടികൾ മറയുന്ന ബിസിനസ്സായിരുന്നു, തട്ടിപ്പായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി, സാമാന്യ യുക്തി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. മാധ്യമങ്ങൾക്ക് നേർക്ക് ചാടിക്കടിച്ചിട്ടോ അവരെ തെറി പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. താങ്കൾ ഇനിയിപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുമായിരിക്കും. പക്ഷേ താങ്കളുടെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പിണറായിയുടെ അതിശക്തനായ ഒരു വക്താവായിരുന്നു എ പത്മകുമാർ. ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ സസ്പെൻഷൻ നടപടി തന്നെ ഒരു തട്ടിപ്പാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊതിഞ്ഞു പിടിക്കലാണ്, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി തീർക്കലാണ്. ആരുടെയെങ്കിലും പേര് പറയാനുണ്ടെങ്കിൽ ധൈര്യത്തോടെ തുറന്നു പറയുക. സസ്പെൻഷനിലാണെങ്കിൽ ഇതിനപ്പുറം പുറത്താക്കും കൂടി വന്ന അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ധൈര്യത്തോടെ തുറന്നു പറയാനുള്ള തൻ്റെ ഇടം താങ്കൾ കാണിക്കണം. അല്ലാതെ മാധ്യമങ്ങൾക്ക് നേർക്ക് ചാടിയിട്ടോ അവർ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ, അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അവർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ നേർക്ക് തട്ടിക്കയറിയിട്ടോ അവരെ ഭയപ്പെടുത്തിയിട്ടോ കാര്യമൊന്നുമില്ല. തൻ്റെ ഇടമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ ഈ ദൈവതുല്യനും അതുപോലെ അന്നത്തെ മന്ത്രിയും ഒക്കെ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെട്ടിത്തുറന്നു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അല്ലാതെ ഒളിച്ച് വീടിനുള്ളിൽ ഇരുന്ന് പുറത്തേക്കിറങ്ങുമെന്ന് മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല ശ്രീ പത്മകുമാർ.